കൊലശേഖരം ശിവൻകോവിലിൻ്റെ ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ ലൈറ്റുകൾ സൈഡ് വഴിയുണ്ട്, പക്ഷെ നമുക്കിപ്പം കാണാൻ പറ്റത്തില്ല, പകലായതുകൊണ്ട്. രാത്രിയാണെങ്കിൽ ആ ലൈറ്റുകളെല്ലാം കാണാൻ പറ്റും. നല്ല സെറ്റാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുലശേഖരം ശിവൻകോവിലിൻ്റെ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടോ? ഓരോരുത്തർ പറ വെക്കുന്നതിന് ഇതിൽ സാധനം ഇങ്ങനെ പറ വെച്ച് ഇത് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൽ ഇറങ്ങി ഞാൻ പുതിയ വെറൈറ്റി ആയിട്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ പറ വെക്കുന്നത് ഉള്ള സ്ഥലത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറ എന്ന് പറഞ്ഞാൽ പറ വെറുതെ വെച്ചേക്കുക ഓരോ ആളുകളുടെ പേരിൽ. പക്ഷെ അത് വാങ്ങിച്ചു കൊടുത്തത് ഇതാണോ ഇനി, അതോ ഇനിയിപ്പോൾ അതിന് നെല്ല് നിറച്ചിട്ട് വഴിപാട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല. കൊലശേഖരം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കൊലശേഖരം സെൻറ്റർ ജംഗ്ഷൻ ഇതാണ്. ഇവിടെയാണ് അവിടെ ഒതുക്കി കൊടുക്കണം. ആ സൈഡ് അങ്ങോട്ട് തിരിച്ചെടുക്കും. പോട്ട് ക്ഷേത്രത്തിൻ്റെ അലങ്കാരം. ക്ഷേത്രാലങ്കാരം. നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോവുകയാണ്. ശിവൻകോവിൽ ഇവിടുന്ന് ഒരു 500 മീറ്ററിനകത്ത് നമ്മൾ വെള്ളക്കടവിലേക്ക് പോകും. വെള്ളക്കടവ് ഒരു 500 മീറ്ററില്ല, 300 മീറ്റർ പോയി കഴിഞ്ഞാൽ ശിവന്റെ അമ്പലമായി, ക്ഷേത്രമായി. ക്ഷേത്രത്തിന്റെ ഉത്സവം ഇന്ന് എഴുന്നള്ളത്ത് എന്നാണ്. ഇവിടുന്ന് 3-ാം മൂട് എഴുന്നള്ളത്ത്. ഇവിടെ ഫ്ലാറ്റ്, ചെറിയ അപ്പാർട്ട്മെന്റ് ഇതൊക്കെയാണ്. ഇതൊക്കെ മഴ സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുന്നതാണ്. ഇവിടെ ഒരു വില്ലാസാണ്. ഒരു വില്ലാസാണ്. ഈ താഴെ കാണുന്ന ഈ ആറെല്ലാം നിറഞ്ഞ് ഈ തോടാണ് വലിയൊരു കാലം. പഴയ കാലത്തെ പാടാണ് നമ്മൾ കളിച്ചേർന്ന പാടാ. പക്ഷെ അവിടെ ഫുള്ള് മഴ വെള്ളം കയറി കംപ്ലീറ്റ് നിറഞ്ഞ് ലാസ്റ്റ് ആ വീടുകളുടെ 2ാം നിലയുടെ പകുതി വരെ കയറി കംപ്ലീറ്റ് നിറഞ്ഞായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ വെള്ളം അവിടെ കയറിയ സമയത്ത് ആ പ്രളയത്തിന്റെ ടൈം മൊത്തം കയറി മുങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്തിപ്പം ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാലും ഫുള്ളും കയറി മുങ്ങുക ചെയ്യണേ. അത് എന്താ പറയാ, ചെറിയൊരു പ്രളയത്തിന്റെ ഒരു ഇത് വന്നാൽ പോലും, വെള്ളം വന്നാൽ പോലും ഫുള്ളും കയറി വെള്ളം കയറി. അവിടെ ഫുള്ളും വെള്ളം കയറി ലോക്കാണ്. അവിടെ ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളം ആ താഴ്ന്ന പ്രദേശത്ത് അവിടെയാ. പഴയ പാടമായിരുന്നു അത്. ആ പാടത്തേക്ക് വരണേ. ആ പാടത്ത് വന്നിട്ട് പോവായിരുന്നു. അതിപ്പോ അവിടെ മൊത്തം തൂർത്ത് വീടുകൾ വെച്ചപ്പോ ഇപ്പൊ ആ വെള്ളം മുഴുവൻ ആ വീട്ടിലാണ് നിൽക്കണേ. അവിടെ അപ്പൊ കയറി മുങ്ങും. പണ്ട് വയലായിരുന്നു, വയല് അടിച്ചു മൂടി. ഇതിന് തൊട്ടപ്പുറത്തെ പുഴയാണ്. ആ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ വെള്ളം കയറി, ഇവിടെ ഫുള്ള് കയറും. അങ്ങനെ ലാസ്റ്റ് വള്ളത്തിലൊക്കെയാണ് ആൾക്കാരെ എടുത്തോണ്ട് പോകില്ല. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ നിന്ന് മാറി താമസിക്കണം വില്ലാസിന്റെ ഉള്ളിൽ നിന്ന്. അതാണ് ആൾക്കാര് വാങ്ങിച്ചത് ചെറിയ വിലക്കല്ല, 83 ലക്ഷം രൂപ കൊടുത്തൊക്കെയാണ് ഓരോ വീടുകൾ വാങ്ങിച്ചത്. എന്താ കാര്യം ഉണ്ടായി? പക്ഷെ നല്ല വീടുകൾ, നല്ല കരയായിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ വീട് വാങ്ങത്തില്ല. ഏതെങ്കിലും പോയി കൊള്ളാത്ത മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ചാടും. അവര് ഇത്രയും പൈസ മുടക്കിയിട്ട് അവര് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ആഡംബരം പോലെയൊക്കെ കാണുന്നിടത്ത് പോയി അങ്ങ് ചാടി കൊടുക്കും. ലാസ്റ്റ് ഇതേപോലെയുള്ള വച്ചു കൊടുക്കുന്നതായിട്ട് അവര് നല്ല വീട് വെച്ച് കൊടുത്ത് അവര് പൈസയും ചെയ്തുകൊണ്ട് പോകും. ലാസ്റ്റ് ഇവര് കിടന്ന് നീന്തുകയും ചെയ്യും. മഴ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉറക്കവുമില്ല, ഊണുമില്ല. വാരി പിടിച്ചോണ്ട് ഓടുക. വാരി പിടിച്ച് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഇതിലാണ് ഇവരുടെ പോക്ക്. ഇപ്പൊ ആൾക്കാർ എങ്ങനെയല്ല വിട്ടിട്ട് പോകാൻ വേണ്ടി നോക്കണം. ആരുടെ എന്തെങ്കിലും പറയാറുണ്ട്. എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എസ്കേപ്പ് ആകാനുള്ള പണിയാണ് നോക്കണേ. നല്ല സ്ഥലങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. നല്ല സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുമ്പോൾ ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോഴവിടെ നല്ലതായിട്ട് പണി ചെയ്ത് കൊടുക്കുന്നവരെ ചവിട്ടിത്താത്ത് ചീപ്പ് വില പറയും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒപ്പിരി പരിപാടിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പോയി ഇവർ പോയി വാങ്ങിക്കും. വാങ്ങിച്ച് അതിനകത്ത് പോയി അപകടത്തിൽ വീഴും. ചെറിയ പൈസ കിട്ടി. നല്ല ഇതാണ്. 3 ദിവസം കഴിയുമ്പോഴത്തെ ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങും. ഇതാണ് ഇവര്
നല്ല സാധനം വാങ്ങിക്കുമ്പോൾ അതിന് ശകലം വിലയാവും. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അറിഞ്ഞുകൂടാതെയൊക്കെ പറ്റുന്ന ആൾക്കാരുടെ അബദ്ധങ്ങൾ പറഞ്ഞതാണ്. ആ വെള്ളം കയറിയതിൻ്റെ അവസ്ഥ 83 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച് വീട്ടിനകത്ത് വെള്ളം കയറിയ കാര്യമാണ് പറയുന്നത്. ശിവൻകോവിലിൻ്റെ ഉത്സവം അതൊരു 4 മിനിറ്റ് 5 മിനിറ്റ് അത് കിട്ടിയിട്ടുണ്ട്. പുളിയിറക്കണം പോകുമ്പം ഹോളോ ബ്രിക്സ് കമ്പനി, കൃഷ്ണ ഹോളോ ബ്രിക്സ്